Good morning, students. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് മോഷൻ. നിങ്ങൾക്കറിയാം മോഷൻ എന്താണ്, അതായത് മൂവ്മെന്റ് എന്താണ് എൻ്റെ അർത്ഥം. മോഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്, ചലനം എന്നാണ്. അപ്പൊ ചലനം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മൂവ് ചെയ്യുകയാണോ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് നിൽക്കുകയാണോ, നമ്മൾ സ്റ്റാൻഡ് ചെയ്യുകയാണോ, അതോ റെസ്റ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ നടന്നു പോവുകയാണോ, ഓടുകയാണോ എന്നുള്ളതൊക്കെ ഈ മോഷൻ എന്നുള്ളൊരു ടോപ്പിക്കിലാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മോഷൻ ആണ് അല്ലെങ്കിൽ മൂവ്മെന്റിലാണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ് എന്നൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഇപ്പോ നമ്മൾ ഒരിടത്ത് നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നത് മറ്റുള്ളവർ ഓടുന്നോണ്ടാണ് അല്ലേ? ഇപ്പൊ ഞാൻ നിൽക്കുമ്പോൾ ബസ് ഓടുകയാണെങ്കിൽ ഞാൻ പറയാം, എന്നെ വെച്ച് കമ്പയർ ചെയ്ത് ഞാൻ നിൽക്കുന്നു, ഞാൻ അനങ്ങാതെ നിൽക്കുകയാണ്, എന്നെ കമ്പയർ ചെയ്ത് ഞാൻ പറയാണ് ആ ബസ് ഓടുകയാണ് അല്ലേ? ഇപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വണ്ടിക്കകത്തിരിക്കുകയാണ്, അപ്പൊ ഒരാൾ അവിടെ നിൽക്കുന്നതായിട്ട് കാണും. ഇപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുവാണ്, അപ്പൊ അയാൾ അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നെങ്കിൽ അയാൾ എന്നെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്താൽ അയാൾ അവിടെ നിൽക്കുകയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു, ട്രെയിൻ ചലിക്കുകയാണ്, നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം അതെ നമ്മളെ കമ്പയർ ചെയ്ത് ഞാൻ അവിടെ നിൽക്കുകയാണ്, എന്നെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ട്രെയിൻ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഓടുകയാണ് എന്ന് പറയും അല്ലേ? നിൽക്കുമ്പോൾ അത് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ അതെ അതെ ഞാൻ നിൽക്കുന്നത് പോലെ ട്രെയിനും അവിടെ നിൽക്കുകയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ താരതമ്യം ചെയ്യാൻ ആരെങ്കിലും വേണം, അതായത് റെഫറൻസ് പറയാൻ ആരെങ്കിലും, നമ്മൾ ആരെങ്കിലും റെഫർ ചെയ്ത് വേണം മോഷൻ പറയാൻ. അപ്പോൾ അതിനു വേണ്ടി ഒരു റെഫറൻസ് ബോഡി നമുക്ക് ആവശ്യമാണ്. ഒരു മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കൊരു റെഫറൻസ് ബോഡി ആവശ്യമാണ്. സോ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത് ദി ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഈസ് ഡിസ്ക്രൈബ്. ഒരു ഒബ്ജക്റ്റിന്റെ ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഒരു റെഫറൻസ് ബോഡി ഉണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അപ്പൊ റെഫറൻസ് ബോഡി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളൊരു മോഷൻ, നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യാസം, അത് മെയിനായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്, അത് അളക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത് അതിന്റെ ഡിസ്റ്റൻസ് ആണ് അല്ലേ? സോ എന്താണ് ഡിസ്റ്റൻസ്, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് ഡിസ്റ്റൻസ് പറയുന്ന ഉദ്ദേശിക്കുന്നത്. സോ ഹൗ ഫാർ ആൻ ഒബ്ജക്ട് ട്രാവൽസ്. ബട്ട് ദ ഡിസ്റ്റൻസ് ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ഡയറക്ഷൻ. നമ്മൾ ഏത് ദിശയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്, ഏത് ദിശയിലേക്കാണ് നടക്കുന്നത് എന്നതൊന്നും ഡിസ്റ്റൻസിനെ ബാധിക്കുന്നതല്ല. സോ ഡിസ്റ്റൻസ് ഡസ് നോട്ട് ഡിപെൻഡ് അപ്പോൺ ദ ഡയറക്ഷൻ. ഇപ്പോ ഒരു ഉറുമ്പ്, നമ്മളിവിടെ ഞാൻ റൂളർ കാണിച്ചിട്ടുണ്ട്, ഒരു സ്കെയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ സ്കെയിൽ നോക്കിയേ, അവിടെ ഒരു 0 സെന്റിമീറ്ററിന്റെ അവിടെ ഒരു ഉറുമ്പ് അവിടെ നിൽപ്പുണ്ട് അല്ലെ, ഒരു ആൻഡ് അവിടെ നിൽപ്പുണ്ട്. ആൻഡ് ഇതാ നടന്ന് 3 സെന്റിമീറ്റർ അല്ലെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? സോ അത്രയും ദൂരം ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആൻഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് എങ്ങനെ പറയാം? വാട്ട് ഡിസ്റ്റൻസ് ഇസ് ദ ആൻഡ് ട്രാവൽ? d is equal to 3 സെന്റിമീറ്റർ, ശരിയല്ലേ? 3 സെന്റിമീറ്റർ ആൻഡ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് കൗണ്ട് ചെയ്യാം. ഇനി അടുത്തത് നെക്സ്റ്റ് മറ്റൊരു മെത്തേഡാണ്. ഡിസ്റ്റൻസ് ഒരിക്കലും ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യമാണ്, ഹിയർ അവർ ഇന്റർപ്രറ്റ് എന്താണ്, ആൻഡ് എഗെയിൻ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്, വീണ്ടും നടക്കാൻ പോവാണ്. ഇത് നോക്കിക്കേ, ആൻഡ് 3 സെന്റിമീറ്റർ അവിടെ വന്നതിന് ശേഷം എങ്ങോട്ടേക്ക് പോയി? 0 സെന്റിമീറ്ററിലേക്ക് മൂവ് ചെയ്തു, ശരിയല്ലേ? അപ്പോ തിരിച്ച് ആ പൊസിഷനിലോട്ട് പോയി. പക്ഷേ ആൻഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് തിരിച്ച് അങ്ങോട്ടേക്ക് 3 നിന്ന് 0യിലേക്ക് ട്രാവൽ ചെയ്ത എത്ര ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും 3 സെന്റിമീറ്റർ അല്ലേ? ആണല്ലോ. തിരിച്ച് 3 മുതൽ 0 വരെ തിരിച്ച് 3 സെന്റിമീറ്ററോളം ട്രാവൽ ചെയ്തിട്ടുണ്ട് ഏത്, ഈ ആൻഡ്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ. ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഡസ് ഹിസ് ഡയറക്ഷൻ ചേഞ്ച്? എന്താണ്, നേരത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു, ഇപ്പൊ പിറകോട്ടാണ് നടന്നു വന്നത് അല്ലേ? ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം, വേറൊരു രീതി. എടുത്തെടുത്ത് പറയുന്നു ഡിസ്റ്റൻസ് ഒരിക്കലും ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യില്ല. നമുക്ക് വേറൊരു രീതിയിൽ, മറ്റൊരു രീതിയിൽ നമുക്ക് ആൻഡ് എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. ആൻഡ് ഇതാ നോക്കിക്കേ, കണ്ടോ? 5 സെന്റിമീറ്റർ വരെ ട്രാവൽ ചെയ്തിട്ട് അഗെയിൻ 3 സെന്റിമീറ്ററിലേക്ക് പോയി, ആണല്ലോ. അതായത് 5 സെന്റിമീറ്റർ വരെ ട്രാവൽ ചെയ്തു, അതിനുശേഷം 3 സെന്റിമീറ്ററിലോട്ട് തിരിച്ചു വന്നു. അതായത് 2 സെന്റിമീറ്റർ വീണ്ടും ബാക്കിലോട്ട് നടന്നു വന്നു അല്ലേ? ആദ്യം 5 സെന്റിമീറ്റർ, എന്നിട്ട് 2 സെന്റിമീറ്റർ നടന്ന ആ ദിശയിൽ നിന്ന് ഓപ്പോസിറ്റ് എഗെയിൻ നടന്നു. അങ്ങനെയാണെങ്കിൽ ആൻഡ് നടന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആദ്യം അങ്ങോട്ടേക്ക് 5 സെന്റിമീറ്ററും പിന്നെ തിരിച്ചു വരാൻ ഒരു 2 സെന്റിമീറ്ററും കൂടെ ട്രാവൽ ചെയ്തു അല്ലേ?
അങ്ങനെ വരുമ്പോൾ ആൻഡ് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ വീട്ടിൽ സ്കൂളിലേക്ക് പോകുന്ന ദൂരം ഇപ്പൊ ഒരു എന്താണ് 10 കിലോമീറ്റർ ആണെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അതായത് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ എഗെയിൻ 10 കിലോമീറ്റർ നിങ്ങൾ ട്രാവൽ ചെയ്തു. അപ്പൊ എന്താ അർത്ഥം? നിങ്ങൾ അന്ന് മൊത്തം എത്ര ദൂരം യാത്ര ചെയ്തു? 20 കിലോമീറ്റർ അല്ലെ? 10 കിലോമീറ്റർ അങ്ങോട്ടും 10 കിലോമീറ്റർ ഇങ്ങോട്ടും, അങ്ങനെ മൊത്തത്തിൽ 20 കിലോമീറ്റർ നിങ്ങൾ ട്രാവൽ ചെയ്തു. അതാണ് ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നുള്ള ഒരു ഡയറക്ഷൻ അവിടെ പറയുന്നില്ല, എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഡിസ്റ്റൻസിൽ പറയുന്നത്. ഈ കാര്യം മനസ്സിലായല്ലോ? ഇനി അടുത്ത ഒരു പുതിയൊരു ടേം ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഏകദേശം ഒരുപോലെയാണെന്ന് തോന്നും, പക്ഷേ ഒരുപാട് വ്യത്യാസമുണ്ട് ഡിസ്പ്ലേസ്മെന്റ് തമ്മിൽ. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ശരിക്കും ഒരു ഒബ്ജക്റ്റിന്റെ ഫൈനൽ പൊസിഷനും അതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനും തമ്മിലുള്ള വ്യത്യാസമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഒബ്ജക്ട്സ് ഫൈനൽ പൊസിഷൻ ആൻഡ് ഇറ്റ്സ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഓക്കെ, ഡിസ്റ്റൻസ് നമ്മൾ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷനിൽ നിന്ന് ഇനീഷ്യൽ പൊസിഷൻ മൈനസ് ചെയ്യുക, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിക്കുന്നു എങ്കിൽ ഞാൻ അതിന്റെ കൂടെ ഡയറക്ഷനും പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് ഒന്നെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാം, അതായത് പോസിറ്റീവ് ഡയറക്ഷനോട്ട് പോയി അത് നെഗറ്റീവ് ഡയറക്ഷനിൽ തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ ടേൺ ചെയ്ത് പോയി എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ആംഗിൾസ് ഇപ്പൊ 30 ഡിഗ്രി ടേൺ ചെയ്ത് പോയി അല്ലെങ്കിൽ 90 ഡിഗ്രിയോളം ടേൺ ചെയ്താണ് നടന്നത് എന്ന് ആംഗിൾ വൈസും പറയാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാം. അതായത് ആൻഡ് വാക്ക്ഡ് 3 സെന്റിമീറ്റർ ഒരു എക്സാമ്പിൾ ആണ്. ഡിസ്റ്റൻസിന്റെ എക്സാമ്പിൾ ആൻഡ് വാക്ക്ഡ് 3 സെന്റിമീറ്റർ. അതുപോലെ ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സാമ്പിൾ ദി ആൻഡ് വാക്ക്ഡ് 3 സെന്റിമീറ്റർ ഈസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണിക്കുന്നത്. സോ ആൻ ഒബ്ജക്ട്സ് ഡിസ്റ്റൻസ് ട്രാവൽ ആൻഡ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ആർന്റ് ഓൾവേസ് സെയിം. ഇതിപ്പോ 3 സെന്റിമീറ്റർ ട്രാവൽ ചെയ്തുന്ന രണ്ടു പേർക്കും ഒരേ വാല്യൂ ആണ്, പക്ഷേ ഇത് എപ്പോഴും ഈക്വൽ ആകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോ ആൻഡ് 3 സെന്റിമീറ്റർ മുന്നോട്ട് നടന്നു, അതുപോലെ ഡിസ്പ്ലേസ്മെന്റിനകത്ത് പറഞ്ഞു ആൻഡ് വാക്ക് 3 സെന്റിമീറ്റർ ഈച്ച് എന്ന് പറയും, പക്ഷെ എപ്പോഴും ഈ വാല്യൂ സെയിം ആകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നോക്കിക്കേ, നമുക്ക് വീണ്ടും നമ്മുടെ ആൻഡിന്റെ അടുത്തേക്ക് പോകാം, റൂമിന്റെ അടുത്തേക്ക് പോകാം അല്ലേ? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് നോക്കാം. അതായത് മുന്നോട്ട് പോകുന്നതിന് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ 3 സെന്റിമീറ്റർ മുന്നോട്ട് യാത്ര ചെയ്യുക. ഓക്കെ, 3 സെന്റിമീറ്റർ മുന്നോട്ട് യാത്ര ചെയ്തു. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് +3 അതാണ്. അതായത് മുന്നോട്ട് ആണ് പോയെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ചാർജും കൂടെ കൊടുക്കുക, അതായത് +3 എന്നും കൂടെ കാണിക്കുക. +3 സെന്റിമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് വന്നു. ഓക്കെ, സോ പോസിറ്റീവ് ഗീവ്സ് ദ ആൻഡ് എ ഡയറക്ഷൻ. പോസിറ്റീവ് സൈൻ കൊടുക്കുന്നത് ആൻഡിന്റെ ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റിൽ ഡയറക്ഷൻ കാണിക്കുന്നത്. ഇനി അടുത്തത് ഡിസ്പ്ലേസ്, നമ്മൾ ഒന്നും കൂടെ ആൻഡ് വീണ്ടും അതിനെ ഡിസ്പ്ലേസ് ചെയ്യണം. അതിന്റെ ഡിസ്പ്ലേസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. എപ്പോഴും ഓർമ്മ വേണം, ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ എപ്പോഴും റിലേറ്റഡ് ആണ്. കണ്ടോ, ഇപ്പൊ അവിടെ നിന്ന് എങ്ങോട്ട് പോയി? 0 തിരിച്ചു പോയി. അപ്പൊ അവിടെ ഒരു മൈനസ് ആണ്, കാരണം അവിടെ കാണിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് ആരോ മാർക്കെങ്കിൽ അത് മൈനസ് സൈൻ ആണ്. സോ ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ തന്നെ ആൻഡ് അങ്ങോട്ട് പോയി, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? -3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇവിടുത്തെ ഡിസ്റ്റൻസ് 3 ആണെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് -3 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് മറ്റൊന്നും കൂടെ നോക്കാം. ഇതിലെ ആൻഡിന്റെ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും നിങ്ങൾ കണ്ടെത്തണം. കണ്ടോ, 5 സെന്റിമീറ്ററിൽ എത്തി, അത് കഴിഞ്ഞ് തിരിച്ച് 3 വന്നു അല്ലെ? 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ബാക്കിലോട്ട് ട്രാവൽ ചെയ്തു. അപ്പൊ 5 മുന്നോട്ടും ബാക്കിലോട്ടൊരു 2 കുറവും ഇല്ലേ? 3 വരെ വരുന്നത് 2 ആണ് വരുന്നത് അല്ലേ? അപ്പോ 5 സെന്റിമീറ്റർ മുന്നോട്ടും 2 സെന്റിമീറ്റർ ബാക്കിലോട്ടും ആര് ട്രാവൽ ചെയ്തു? ആൻഡ് ട്രാവൽ ചെയ്തു. അപ്പൊ ഡിസ്റ്റൻസ് എന്തായാലും 5 + 2 ആണ് അല്ലേ? 7 ആണ് വരുന്നത്. പക്ഷേ മുന്നോട്ട് പോയ ഡിസ്പ്ലേസ്മെന്റ് +5 തിരിച്ചു വന്നാൽ അത് -2 ആയിട്ട് വരും. സോ +5 -2 അപ്പൊ എത്രയായി? +3 ആയി. കണ്ടോ എന്ത് വ്യത്യാസമുണ്ട്? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? ഡിസ്റ്റൻസ് 7 സെന്റിമീറ്ററും ഡിസ്പ്ലേസ്മെന്റ് +3 സെന്റിമീറ്ററും ആണ്. മനസ്സിലായോ?
ഇനി ഇവിടെ മറ്റൊരു ഉദാഹരണം കാണിക്കാം. ഇത് നിങ്ങൾക്ക് ഒരുപാട് അറിയാവുന്ന ഒരു കാര്യമാണ്. An athlete runs around a track that is 100 meters long 3 times, then stops. Okay, 3 തവണ ആ അത്ലറ്റ് ഈ ഒരു 100 മീറ്റർ നീളമുള്ള ആ റൗണ്ടിൽ ചുറ്റും 3 തവണ ചുറ്റിയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമുക്ക് അതിൽ ഡിസ്പ്ലേസ്മെന്റ്? 100 മീറ്റർ ഉള്ള ആ സർക്കിളിനെ 3 തവണ ഓടി കറങ്ങുന്നു. ഓക്കെ, എന്നിട്ട് ആ അതേ പൊസിഷനിൽ വന്ന് നിൽക്കുന്നു. What is the athlete's distance and displacement? അത്ലറ്റിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എത്രയാണ്? നമുക്ക് നോക്കിക്കേ, കണ്ടോ? അവിടുന്ന് ചുറ്റി കറങ്ങി എഗെയിൻ ആ പൊസിഷനിൽ ഒരു റൗണ്ട് കറങ്ങി, അത് കഴിഞ്ഞ് രണ്ടാമതും കറങ്ങി വന്നു, അത് കഴിഞ്ഞിട്ട് മൂന്നാമത് കറങ്ങി ആ പൊസിഷനിൽ തന്നെ വന്ന് നിന്നു. ഇല്ലേ, 3 തവണ കറങ്ങിയിട്ട് ആ പൊസിഷനിൽ വന്ന് നിന്നു, സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ വന്ന് നിന്നു. അങ്ങനെയാണ് അത്ലറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. ഡിസ്റ്റൻസ് 300 മീറ്റർ ആയിരുന്നു, കാരണം 100 മീറ്റർ ഉള്ള ലെങ്ത് ഉള്ളതായിരുന്നു അത്. അപ്പോൾ അത് 3 × 100 ആണ്, അപ്പം 300 മീറ്റർ ആയിരുന്നു. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്, കാരണം തുടങ്ങിയടുത്ത് തന്നെയാണ് ആ അത്ലറ്റ് വന്ന് നിന്നത്. മനസ്സിലായോ? ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ, ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആള് ഡിസ്റ്റൻസിനെ നമ്മൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റി, അതായത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റിയെ നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നും, ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നമുക്ക് ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെന്റും എന്താണെന്ന് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലെങ്ത് ഓഫ് ദാറ്റ് പാത്ത് ട്രാവൽ. എത്ര ദൂരം ട്രാവൽ ചെയ്തു ആ ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. അത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, കാരണം അത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് തന്നെയാണ്, പക്ഷേ ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ വരെയുള്ളതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ഡിസ്റ്റൻസ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സോ ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിസ്പ്ലേസ്മെന്റിനെയും ഡിസ്റ്റൻസും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു.